അമ്മയുടെ പ്രശ്നം കൊണ്ടാണ് പെൺകുട്ടിയായെന്നുള്ള പേരിൽ പട്ടിണി കിടന്നതിനാണോ പ്രൈസ് കൊടുത്തതെന്നുള്ളത്. ഇതെന്താ അസ്ഥികൂടാണോ? ഇതാണോ എറണാകുളത്തിന്റെ സൗന്ദര്യ സങ്കല്പം? പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവർ കാണാൻ വരാതിരുന്നത്. നമസ്കാരം, എൻ്റെ പേര് സഞ്ജന. ഞാനൊരു ആക്ടറും ബോഡി ബിൽഡറുമാണ്. 3ാമത്തെ വയസ്സിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയുടെ പുഞ്ചിരിക്കുട്ടിയായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നത്. 2ാം ക്ലാസ്സിലായിരുന്നു ഞാൻ ആദ്യത്തെ ആൽബം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മൂവി ചെയ്തു. ഫസ്റ്റ് മൂവിയാണ് ചെയ്തത്. അതിലൊരു ചെറിയ റോളാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് വലിയ റോളുകൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു ജേണിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പുച്ഛങ്ങളും നേരിട്ട ഒരു വ്യക്തിയാണ്. അതിലുപരി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു ബോഡി ബിൽഡർ കൂടിയാണ്. അപ്പോൾ ആദ്യമേ തൊട്ട് നമുക്ക് തുടങ്ങാം. മൂവിയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീട്ടുകാരിൽ നിന്നും കസിൻസിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഒരു മൂവിയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത്. ആദ്യമേ തന്നെ സിനിമയിൽ പോകുന്നതിനെക്കുറിച്ച് പൊതുവേ ഒരു ധാരണയുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. 2ാം ക്ലാസ് മുതലാണ് ഞാൻ മൂവി ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ മൂവിയിൽ ഹീറോയിൻ്റെ ചൈൽഡ്ഹുഡായിട്ടാണ് ഞാൻ ചെയ്തത്. ആ മൂവി ഇതുവരെ റിലീസായിട്ടില്ല. അതിനുശേഷം ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് തുടങ്ങി. എനിക്ക് വളരെ വിഷമമായിരുന്നു, കാരണം നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് കിട്ടുന്നില്ല എന്നൊരു രീതിയിൽ. അതിനുശേഷം ഓഡീഷൻസ് കഴിഞ്ഞു. പിന്നെ മുന്നേ ചെയ്ത മൂവിയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ നമ്മളെ വിളിച്ച് നല്ലൊരു റോള് തന്നു. ആൻഡ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത അനന്തപുരം ഡയറീസ് എന്ന് പറഞ്ഞ മൂവിയാണ്. അതിൽ ഒരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഹാപ്പിയാണ്. അതിലുപരി ഞാനൊരു ബോഡി ബിൽഡർ കൂടെയാണ്. കുറേ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുള്ളൊരു വ്യക്തി കൂടെയാണ്. നമുക്ക് തന്നെ കാണാം, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നു ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ അതിലൊരു വിക്ടിം കൂടിയാണ് ഞാൻ. എൻ്റെ സ്കൂൾ ലൈഫിലേക്ക് വരികയാണെങ്കിൽ കുറേ കാലം ഷൂട്ടിൻ്റെ പേരിൽ എനിക്ക് കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ട്. അതിനുശേഷമാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. കുറേ ക്ലാസ്സസ് അങ്ങനെ മിസ്സായിട്ടുണ്ട്. +1 ഞാനത് തിരിച്ചറിഞ്ഞത്, ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടെന്ന രീതിയിൽ. അപ്പം ഞാൻ സ്കൂളിൽ ഇത് ചെന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തോ കള്ളം പറയുന്നതാണ്, ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് സ്കൂളിൽ നിന്നും അവർ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഏറ്റവും മോശമായിട്ടൊരു തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി ലാബിൻ്റെ ടൈമിൽ ഞാൻ ലാബിൽ പെയിനായിട്ട്, അതെനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര പെയിനാണ്. അത് ഈ ഒരു സ്റ്റോൺ കൂടെ ഉള്ളതുകൊണ്ട് ആ പെയിൻ ഭയങ്കര കൂടുതലാവും. അപ്പോൾ ഞാനിങ്ങനെ ലാബിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ മിസ്സ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായി, സഞ്ജന എന്താണ് ലാബിൽ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മിസ് എനിക്ക് വയ്യ, പീരീഡ്സ് ആണ്. അപ്പം മിസ് എന്നോട് പറഞ്ഞു, സഞ്ജനയ്ക്ക് എന്നും വയ്യായ്കയാണല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മിസ്സേ വയ്യായ്ക ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ആളെന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ എണീറ്റ് നിന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ വയറ് പൊത്തിപ്പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്നു. അപ്പോൾ ആൾ ഒന്നുകൂടെ വന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട മിസ്സേ, നിന്നോളാം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ കുറേ കണ്ടുവരുന്നതാണ്, എത്ര പെയിൻ ഉണ്ടായാലും ഒരിക്കലും അത് ആൾക്കാർ മനസ്സിലാക്കില്ല. എല്ലാവർക്കും അവനവന് ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിൽ വിചാരിക്കും മറ്റുള്ളവർക്കും അതുപോലെ തന്നെയാണ്, എൻ്റെ പെയിൻ തന്നെയാണ് ആൾക്കും, അതുകൊണ്ട് അവർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒരിക്കലും ആർക്കും പെയിൻ ഒരിക്കലും സെയിം ആയിരിക്കില്ല. സോ എനിക്ക് വളരെ പ്രശ്നം ഒരാളാണ്. എനിക്ക് തലകറക്കമുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. അതെനിക്ക് വീട്ടുകാരുടെ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഒരുപാട് ടാബ്ലറ്റ്സും ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ മാസവും പോകുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ 1 ഇയർ ഗ്യാപ്പ് എടുത്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തത്. എനിക്ക് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ളത് കൊണ്ട് ഡോക്ടർ അധികം വെയിറ്റ് ഗെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് അധികം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തത്. ഏപ്രിൽ 27 ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഒന്ന് ഇറക്കിയാലോ എന്ന്. അപ്പോൾ എൻ്റെ കോച്ചും പറഞ്ഞു, എന്ന് നമുക്കൊന്ന് ഇറക്കി നോക്കാം, ഒരു പ്രൈസ് കിട്ടണം എന്നുള്ള രീതിയിലൊന്നുമല്ല ഇറങ്ങിയത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മിസ് എറണാകുളം ജൂനിയർ എന്നൊരു ടൈറ്റിൽ എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫിസിക്കിന് തന്നെയാണ് അവർ ഒരുപാട് കുറ്റം പറഞ്ഞത്. അതേ എനിക്ക് തന്നെ ഫിസിക്കിൻ്റെ പേരിൽ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റിയായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ
ഒരു കമൻറ്റ് വന്നിരുന്നു, പട്ടിണി കിടന്നതിനാണോ പ്രൈസ് കൊടുത്തതെന്നുള്ളത്. എനിക്കറിയില്ല ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള മെൻറ്റാലിറ്റി എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പട്ടിണി കിടക്കുന്ന അത്ര മോശം കാര്യമാണോ? അതൊന്നും അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരൊന്നും ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മോശം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ്. എന്നാൽ ഒരുപാട് നമ്മൾ കേസ് കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അടുത്തൊരു കേസ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, സൂയിസൈഡ് ചെയ്തൊരു കേസ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെൻ്റലി തളർത്താനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേര് കാണും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വന്നൊരു കമൻ്റാണ്, ഇതെന്താ അസ്ഥികൂടാണോ, ഇതാണോ എറണാകുളത്തിൻ്റെ സൗന്ദര്യ സങ്കല്പം എന്നുള്ളത്. അതൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു ആദ്യം കണ്ടപ്പോൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കും അവരവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് അവരോരോ കമൻറ്റ് ഇടുന്നത്. നമ്മളിലല്ല പ്രശ്നം, അവരുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. എനിക്കൊരു ടൈറ്റിൽ വിൻ ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ ഒരുപാട് പ്രശ്നമായിരുന്നു. അത് എനിക്ക് ഈ ടൈറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് വരെ എൻ്റെ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ, ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഒരുപാട് പേര് നമ്മൾ അറിയുന്ന, പേഴ്സണലായിട്ട് അറിയുന്ന, അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തു കൊടുത്തേക്കുന്നവരെ ആൾക്കാർ വന്നിട്ട് ആദ്യത്തെ തുടക്കക്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശരീരപ്രകൃതമായിട്ട് ഇരിക്കുന്നത്, ഇമ്മച്ചുവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു പേരിൽ ഞാൻ നേരിട്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ ആയിട്ട് ബോഡി ഷേമിങ്ങിൻ്റെ ഒരു കാര്യം പലരും പറയും, നമുക്കതൊന്നും പ്രശ്നമായിട്ട് നമ്മൾ എടുക്കാറില്ല. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടാണ് അത് ഷെയർ ചെയ്യാറ്. ആ സമയത്ത് അവർ പറയും ഓക്കെ, കുഴപ്പമില്ല, ആൾക്കാരല്ല, അത് നമ്മളത് ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നവർ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ട് നിന്ന് കുറച്ച് പേര് നേരെ തിരിഞ്ഞു. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരും തിരിച്ചു ചോദിച്ചു, ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ റീൽസ്, ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നും ഇടണ്ട, ഒരുപാട് ക്ഷീണിച്ചായിരിക്കുന്നത്, എന്ത് കോലാ അതെന്ന് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് തന്നെ ചോദിച്ചു. അതാണ് എന്നെ ഏറ്റവും മെൻ്റലി തളർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 1 ഇയർ മുന്നേ ആയിരുന്നു. ഞാൻ വളരെ മെൻ്റലി ഡൗൺ ആയിപ്പോയി. എൻ്റെ +2 എക്സാമിൻ്റെ ഒരു ടൈമിലായിരുന്നു. സോ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ കൂടിയാണ് ഞാൻ ജിമ്മിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് കുറേ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടി. ലൈക്ക് ഞാനും അമ്മയും കൂടിയാണ് ജിമ്മിൽ പോകാറുള്ളത്. അപ്പം ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് ഒരിക്കലും ശരിയല്ല എന്ന് ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ജിമ്മിലേക്ക് ചെന്ന സമയത്ത് അവിടുത്തെ കോച്ചാണെങ്കിലും അതുപോലെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെയും കിട്ടി. എല്ലാവരും നമ്മുടെ എക്സ്പീരിയൻസ് അവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് അവരും അവരുടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. എൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ കേൾക്കുമ്പോഴാണെങ്കിലും അവർ ആദ്യം പറയുന്നതാണ്, നിന്നെ കണ്ടാൽ ഒരിക്കലും പറയില്ല കേട്ടോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ല എന്ന്. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. പുറത്ത് നോക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ ഉള്ളറിയാൻ നോക്കുമ്പോഴാണ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ജിമ്മിലേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആ ഒരു സംഭവമായിരുന്നായിരിക്കും. ആ ഒരു ജിമ്മിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ മൈൻഡും ഓക്കെ ആയത്. ഞാനും എൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവാൻ തുടങ്ങിയത്. അങ്ങോട്ട് ചെന്ന് അവിടെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ മേക്ക് ചെയ്ത് എല്ലാവരോടും പുറത്ത് പോവുക, അങ്ങനെ ഒരു ഇതൊക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ ഇത് പറഞ്ഞതിൻ്റെ സിറ്റുവേഷനിൽ ഞങ്ങൾ ഒന്ന് ഓവർകം ചെയ്യാൻ ഇതായത്. പെൺകുട്ടിയാണ് എന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് ഒരു ചേച്ചിയാണുള്ളത്. അപ്പോൾ ചേച്ചി ഉണ്ടായ സമയത്ത് അധികം ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കൊച്ച് പെണ്ണായതുകൊണ്ട് രണ്ടാമത്തെ കൊച്ച് ചിലപ്പോൾ ആണാന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ വന്ന് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഉണ്ടായ സമയത്ത് രണ്ടാമതും പെൺകുട്ടിയാന്ന് അറിഞ്ഞതുകൊണ്ട് കാണാൻ വരാത്ത കുറച്ച് പേരുണ്ട്. ചെറുതിലത്തെ എൻ്റെ ചേച്ചിയുടെ ആൽബംസ് ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ റിലേറ്റീവ്സ് എല്ലാവരും ബർത്ത്ഡേക്ക് ആണെങ്കിലും കാണാൻ മാമോദിസയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാവരും വന്ന് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുതിൽ അമ്മോട് ചോദിച്ചായിരുന്നു, ഇതെന്താ എൻ്റെ ആൽബത്തിലൊന്നും ആരുമില്ലാത്ത, എൻ്റെ കൂടെ എന്ത് ഇവരുടെ ഒരു ഫോട്ടോസും ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അത് ഫോട്ടോസൊക്കെ പോയതാണ്, അത് വേറെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങൊഴിവാക്കി. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കേട്ട ഒരു അറിവാണ്, പെണ്ണായി ജനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവർ കാണാൻ വരാതിരുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ അറിയുന്നത്. എൻ്റെ പേരൻസിനോ എൻ്റെ ഏറ്റവും അടുത്തുള്ളവർക്കോ ആർക്കും ഒരു പ്രശ്നമില്ല ഞങ്ങൾ പെൺകുട്ടിയായെന്നുള്ളതിന്. റിലേറ്റീവ്സിനാണ് പ്രശ്നം. അമ്മയെ വരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. അമ്മയുടെ പ്രശ്നം കൊണ്ടാണ് പെൺകുട്ടിയായെന്നുള്ള പേരിൽ. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും തന്നെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു, ഒരിക്കലും അതൊരു ഫീമെയിലിൻ്റെ പ്രശ്നമല്ല ഒരു പെൺകുട്ടി ആവുക എന്നുള്ളത്. എൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അമ്മോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നീ ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലേ, എന്നിട്ട് നിനക്ക് എന്താ പെൺകുട്ടിയായി പോയതെന്നുള്ളത്. പിന്നെ എൻ്റെ പപ്പ ഒരു ഡ്രൈവറാണ്. ഞങ്ങൾ 2 പെൺമക്കളെയും നല്ല അന്തസ്സോടുകൂടി നല്ലൊരു സ്കൂളിൽ വിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ചേച്ചി ഇപ്പോൾ UK-യിലാണ്.
ഞാനും എനിക്ക് കിട്ടുന്ന കുറച്ച് വരുമാനം കൊണ്ട് എൻ്റെ ചേച്ചീനെയും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പ്രൗഡാണ്. ഇപ്പം ചേച്ചി അവിടെ നിന്ന് പണിയെടുത്ത് എന്നെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാടായിട്ട് ബോഡി ഷെയ്മിംഗ് ഒക്കെ നേരിട്ടിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ട്. എന്നാൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഞാൻ ശരിക്കും വളരെ പ്രൗഡാണ്. എൻ്റെ ഫാമിലിയും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സും ഞാനും വളരെ പ്രൗഡാണ്. എന്നിൽ ഇങ്ങനൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിലും ഞാൻ വളരെ പ്രൗഡാണ്. താങ്ക്ഫുള്ളാണ് എല്ലാവരോടും, ദൈവത്തിനോടും എൻ്റെ പേരൻസിനോടും എൻ്റെ അടുത്ത് നിൽക്കുന്നവരോടും. സോ ഞാൻ ആദ്യമേ പറഞ്ഞു, പെൺകുട്ടികളാന്നുള്ള രീതിയിൽ കളിയാക്കുന്നവരും തള്ളി പറഞ്ഞവരും ഇപ്പോഴും അവർ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണെങ്കിലും ഇപ്പം അവർ ഒരു ഇവൻറ്റിന് പങ്കെടുക്കുമ്പോഴാണെങ്കിലും അവർ പറയുന്നത് ഞാൻ സഞ്ജനയുടെ കസിനാണ്, അല്ലെങ്കിൽ ഞാൻ സഞ്ജനയുടെ ഫ്രണ്ട്സാണ്, ഞാൻ അവളുടെ ആൻറ്റിയാണ്, അവളുടെ അങ്കിളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ തള്ളി പറഞ്ഞവർ ഇപ്പം പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ മിസ് എറണാകുളം ജൂനിയറിൻ്റെ ടൈറ്റിൽ വിൻ ചെയ്തു. ഫിസിക്കിൻ്റെ പേരിൽ കളിയാക്കിയവരോട് എനിക്ക് അത് തന്നെയാണ് മറുപടി പറയാനുള്ളത്. ഫിസിക്കിൻ്റെ പേരിൽ ഒരു ടൈറ്റിലിൽ തന്നെ എനിക്കൊരു പ്രൈസും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും ഇപ്പം ഞാനൊരു 16 മൂവി ചെയ്തിട്ടുണ്ട്, ഒരു 5 ആൽബത്തിൽ പാടിയിട്ടുമുണ്ട്. ഞാനൊരു ചെറിയ പാട്ടുകാരി കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 10-15 ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്, റിലീസ് ആവാനുള്ള മൂവീസും ഉണ്ട്. ഇനി എൻ്റെ ഹയർ സ്റ്റഡീസും എനിക്ക് നോക്കാനുണ്ട്. സോ എല്ലാം അതിൻ്റെ ഒരു വഴിക്ക് നടക്കുവാണ്. ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നവരോടും ഒരുപാട് പഴികൾ കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ തള്ളിപ്പറയാനായിട്ട് 100 പേര് കാണും, നമ്മളെ പുച്ഛിക്കാനായിട്ട് 1000 പേര് കാണും. ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ നമ്മുടെ ഒരു യാത്ര പകുതിയിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് നിന്നു പോവുകയുള്ളൂ. സോ നിങ്ങൾ ആരെയും നോക്കാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ എനിക്കായെങ്കിൽ ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.